അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പേര് മുത്തലിബ്. എൻ്റെ ചോദ്യം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ്. ഇവിടെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന സ്ത്രീകൾ തലയിൽ ഒട്ടകത്തിൻ്റെ കുഞ്ഞു പോലെയുള്ളൊരു സംഭവമുണ്ട്. അത് തെറ്റാണ്. ഇത്രയും കാലം ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പം അടുത്ത് പറയുന്നോട്ട് അത് തെറ്റാണെന്നുള്ളത്. അത് ഹറാമാണോ ഹലാലാണോ എന്നുള്ളത്. പിന്നെ രണ്ടാമതായി ഇവിടെ സ്ത്രീകൾ സാധാരണ യൂസ് ചെയ്യാറുള്ള പർദ്ദ, അത് എനിക്ക് തോന്നുന്നത് കൂടുതൽ ആളുകൾക്ക് സെക്സിനോടുള്ള താല്പര്യം കൂടുന്ന രീതിയിലാണ് അവർ പർദ്ദ കണ്ടുവരാറുള്ളത്. കാരണം ശരീര വടിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പർദ്ദയാണ് അധികം സ്ത്രീകൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതും ഹറാമാണോ, അത് അങ്ങനെ അവർ യൂസ് ചെയ്യുന്ന പർദ്ദ ഹലാലായ ഒരു പർദ്ദയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സ്ത്രീയുടെ വസ്ത്രധാരണയായിട്ട് ബന്ധപ്പെട്ട ഒരു കർമ്മശാസ്ത്രപരമായ ചോദ്യമാണ് സഹോദരൻ മുത്തലിബ് ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പെണ്ണിന്റെ വസ്ത്രം എന്താകണം, പുരുഷന്റെ വസ്ത്രം എന്താകണം എന്നുള്ള കാര്യത്തിലെല്ലാം ഇസ്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ വിധിവിലക്കുകളാണുള്ളത്, കൃത്യമായ വിധിവിലക്കുകളാണുള്ളത്. അത് ആണിനുണ്ട് നിയമം, പെണ്ണിനുണ്ട് നിയമം. ആണിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വസ്ത്രം മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ ഉള്ള ഭാഗങ്ങൾ പൂർണ്ണമായും മറക്കുന്നതാകണം. അത് ഏത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉണ്ടാകേണ്ട മറ്റ് കുറേ സവിശേഷതകൾ മറ്റേ സെക്സിന്റെ എതിർലിംഗത്തിന്റെ വസ്ത്രമാകരുത്. അതേപോലെ തന്നെ ധരിക്കുന്ന വസ്ത്രം ശരീരഭാഗങ്ങളെ ഉള്ളിൽ കൂടി കാണുന്നതാകരുത്. ശരീരഭാഗങ്ങളെ ടൈറ്റായി ശരീരഭാഗങ്ങളെ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതാകരുത്. ഇതെല്ലാം ആണിനുള്ള നിയമങ്ങളാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന്റെ നിയമങ്ങൾ അത് പർദ്ദയാണെങ്കിലും നമ്മൾ കാണുന്ന പർദ്ദയാണെങ്കിലും മറ്റേത് വസ്ത്രമാണെങ്കിലും എന്താണെങ്കിലും ഒന്നാമത്തേത് തന്നെ അത് പുരുഷനെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ളതാകരുത് എന്നതാണ്. അത് നമ്മൾ പർദ്ദന്റെ ഉള്ളിൽ വെച്ച് ഈ എന്ത് നിമ്നോന്നതികൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഇത് ആണിനെ ആകർഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അതാകരുത് ഒരു കാരണവശാലും. അതോടൊപ്പം തന്നെ ശരീരഭാഗങ്ങൾ ഒന്നും മുഴച്ച് കാണാത്ത രൂപത്തിലുള്ളതാകണം. അതേപോലെ തന്നെ ആണിന്റെ വസ്ത്രമാകരുത്, പുരുഷ വസ്ത്രം ആകരുത് സ്ത്രീ ധരിക്കുന്നത്. അതേപോലെ തന്നെ അത് മറ്റ് മതക്കാരുടെ സാദൃശ്യമുള്ള വസ്ത്രമാകരുത്. അത് അയഞ്ഞ വസ്ത്രമാകണം. ശരീരഭാഗങ്ങളെ പ്രകടിപ്പിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞു. ഇതെല്ലാം ഈ നിയമങ്ങളെല്ലാം ഒരേപോലെ ബാധകമാണ്, പെൺവസ്ത്രമാണെങ്കിലും പുരുഷ വസ്ത്രമാണെങ്കിലും. അതിൽ പെൺവസ്ത്രത്തിന് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങളെല്ലാം മറച്ചിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം. ബാക്കി നിയമങ്ങളെല്ലാം ആണിനും പെണ്ണിനും ഏകദേശം ഒരേപോലെയാണ്. അഥവാ ആണിനാണെങ്കിലും ഡ്രസ്സ് അത് പുറത്തേക്ക് കാണുന്നതാകരുത്. അതേപോലെ തന്നെ അത് ശരീരത്തിന്റെ നിമ്നോന്നതികളെ പ്രകടിപ്പിക്കുന്നതാകരുത്. അതേപോലെ തന്നെ മറ്റേ സെക്സിന്റെ വസ്ത്രമാകരുത്, എതിർലിംഗത്തിന്റെ വസ്ത്രമാകരുത്. ഇതെല്ലാം ആണിനും പെണ്ണിനും ഒരേപോലെയുള്ളതാണ്. എന്നാൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈ ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം ഒരേ മറക്കണം എന്നുള്ളതാണ് പെണ്ണിന് പ്രത്യേകിച്ചുള്ള നിയമം. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ വസ്ത്രം അത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും തന്നെ ആണിനെ ആകർഷിക്കുന്ന രൂപത്തിലുള്ളതാകരുത്. അത് മുടി മുകളിലേക്ക് കെട്ടിയാലും അത് പിന്നെ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ള രൂപത്തിൽ ആണിനെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിൽ ഉള്ളത് ഒരു കാരണവശാലും ആയിക്കൂടാ. ശരീരത്തിന്റെ നിമ്നോന്നതികളെ പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ളത് പർദ്ദ എന്ന പേരിലായാലും വേറെ എന്തെങ്കിലും പേരിലാണെങ്കിലും അതൊന്നും ആയിക്കൂടാ എന്നുള്ളതാണ് ആ രംഗത്ത് ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങൾ.